പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? ഒരു ആത്മീയമായ സത്യം പഠിപ്പിക്കുവാൻ യേശു വളരെ ലളിതമായ ഒരു ഉദാഹരണം ഉപയോഗിക്കുന്നു. ഒരു വിളക്ക് വെളിച്ചം നൽകാനുള്ളതാണ്, മറയ്ക്കാനുള്ളതല്ല. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ സത്യവും യേശുവിൻ്റെ സന്ദേശവും മറച്ചു വയ്ക്കാതെ പരസ്യമായി പങ്കിടണം. ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ നാം പഠിക്കുന്നു. 1, നമ്മുടെ വിശ്വാസം ദൃശ്യമായിരിക്കണം. നാം യേശുവിനെ അനുഗമിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണുന്നതിന് അവൻ്റെ സ്നേഹവും ദയയും സത്യവും പ്രതിഫലിപ്പിക്കേണ്ടതാണ്. 2, ദൈവത്തിൻ്റെ സത്യം എല്ലാവർക്കും ഉള്ളതാണ്. ഒരു വിളക്ക് ഒരു മുറിയെ പ്രകാശിപ്പിക്കുന്നത് പോലെ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ആളുകളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും അവരെ ദൈവത്തിലേക്ക് നയിക്കുകയും വേണം. 3, നമ്മുടെ വിശ്വാസം മറയ്ക്കുന്നതാകരുത്. യേശുവിൻ്റെ സുവാർത്ത പങ്കുവയ്ക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മിൽ തന്നെ സൂക്ഷിക്കരുത്. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളിലും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും നമ്മുടെ വിശ്വാസം പ്രകാശിപ്പിക്കാൻ യേശു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം മറച്ചു വയ്ക്കാതെ ഇരുട്ടുള്ള മുറിയിൽ വിളക്ക് തെളിയിക്കുന്നത് പോലെ ദൈവത്തിലേക്ക് ആളുകളെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ നാം ജീവിക്കണം. എല്ലാവർക്കും ഒരു നല്ല നോമ്പുകാലം ആശംസിക്കുന്നു.